ചോദിച്ചതിന് ഉത്തരം പറയണം. ബോസ് എപ്പോ വരുമെന്ന് എനിക്കറിയില്ല. വണ്ടി മിസ്സായതിനു ശേഷം ബോസ് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ, എനിക്ക് ലഡാക്കിലേക്ക് ട്രിപ്പ് പോകേണ്ടതാ. വണ്ടി ശരിയാക്കാൻ തന്നിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങി നടക്കാം. എന്റെ വണ്ടി എപ്പോ ശരിയാക്കി കിട്ടും അത് പറ. ചേട്ടാ, ഞാൻ ഇത്ര നേരം പറയുന്നത് മനസ്സിലാവണല്ലേ? വണ്ടി വേണമെങ്കിൽ ഞാൻ മോഡിഫൈ ചെയ്ത് തരാം. ലഡാക്കിലോട്ടൊന്നും പോകാൻ പറ്റൂല. പിന്നെ മാക്സിമം തലശ്ശേരി. തലശ്ശേരിയാ? ആ ബ്ലഡി ഫൂൾ. നീ ശരിയാക്കൊന്നും വേണ്ട. എടാ, രാജുവിന്റെ കഴിവ് അറിഞ്ഞിട്ടാ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ വണ്ടി മോഡിഫൈ ചെയ്യാൻ തന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. ഇങ്ങോട്ട് നോക്കണം. അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല. നീ രാജുവോട് പറഞ്ഞേക്ക്. ആര് പറഞ്ഞെന്ന് പറയണം? ശശി, ലഡാക്ക് ശശി. അവന് പേര് ചോദിക്കാൻ കണ്ട സമയം. ആശ്വാസായി. പോയി സൊന്നാലും നീ എടാ നെടുമ്പാശ്ശേരി, നിന്റെ ബോസിനെ കുറിച്ച് വല്ലവരുണ്ടോ? ബോസിനെ ഞാൻ വിളിച്ചിരുന്നു. ബോസാക്കിയ വിഷമത്തിലാണ്. എന്തൊക്കെയായിരുന്നു? അതോ ബൈക്കിലും തൊടാൻ സമ്മതിക്കായിരുന്നോ വല്ലവരും കൊണ്ട്? ഇപ്പൊ എന്നിട്ട് എന്തായി? അല്ല, പോലീസ് എന്തായാലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട്. പിന്നെ പോലീസ് ഇപ്പൊ കണ്ടുപിടിക്കും. അതൊക്കെ ഒരു ഓളത്തിന് പറയുന്നല്ലേ. സുകുമാരക്കുറിപ്പിനെ കണ്ടുപിടിക്കുന്നില്ല, പിന്നെ ഓഞ്ഞ ബൈക്ക്. ചേട്ടനീ ബൈക്കിന്റെ മെക്കാനിക് പരിപാടി എനിക്കൊന്ന് നാട്ടിൽ പോകാൻ. എന്തിന്? ചെറിയൊരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. നിനക്കാ? നീ അതൊക്കെ താങ്ങോ? ചേട്ടാ, ഇതൊന്ന് ഉറപ്പിച്ചിട്ടാണ് എനിക്ക് എങ്ങനെയും ഒന്ന് ദുബായിൽ അളിയന്റെ വർക്ക്ഷോപ്പിൽ പണിക്ക് പോവാൻ. ഓ, അപ്പൊ നിനക്ക് നിന്റെ നാട്ടിൽ പോണേ ബോസ് തരണം. ബോസ് തരണേ അവന്റെ ബൈക്ക് കിട്ടണം. അതെന്തായാലും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ പോണേ ഈ കട അടച്ചിടണം. അല്ലെ ഈ വർക്ക്ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതും അടയ്ക്കണം. അപ്പൊ നമുക്ക് രണ്ടും അങ്ങ് അടച്ചാലോ? അടിപൊളിയാണ്. അങ്ങനെ ഇതും അതുപോലെ അടച്ചിട്ട് നീ അങ്ങനെ കെട്ടണ്ട കേട്ടോ. വാൽറ്റൂവിന്റെ അത്രേ ഉള്ളൂ കെട്ടാൻ നടക്കുന്നു. അത് വേണം നീ ഒരെണ്ണം കഴിച്ചോ. ഹലോ. ആ ബോസേ, ഇവിടെ ആകെ പ്രശ്നമുണ്ടാ. നാട്ടുകാരൊക്കെ ഒന്ന് ആകെ തെറി വിളിക്കാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ബോസ് നാളെ വന്നില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പ് തുറക്കില്ലട്ടാ, പൂട്ടിയിടും. കേരളത്തിൻ്റെ അതിർത്തിയാണെങ്കിലും ഈ മംഗലാപുരം ഒരു കൊച്ചു മുംബൈയാണ്. അറിയെനിക്ക്. നീ വഴക്കൂടിയ അവനില്ലേ, ഓനെടുത്ത ദാതയാണ്. പോലീസിന് പോലും ഓനൊന്നും ചെയ്യാൻ പറ്റൂല, അറിയാം. ആ ബുള്ളറ്റിന് തിരിച്ചു കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. അവന്മാർ പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് പോക്കാം. 3-4 ദിവസമായി നീടെ തിരിഞ്ഞു കളിക്കുന്നു. നീ നാളെ തന്നെ നാട്ടിൽ പോകാൻ നോക്ക്. അതാ എനിക്ക് നല്ലത്. എൻ്റെ ഒരു ബൈക്കും നീ വന്ന് കിടക്കാൻ നോക്ക്. ഹലോ. ഹലോ, വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റിന്റെ ബൈക്ക് ഇതുപോലെ മിസ്സായിട്ടുണ്ട്. തിരിച്ചു കിട്ടിയിട്ടുമുണ്ട്. 5-6 മാസം കഴിഞ്ഞു. 5-6 മാസം കഴിഞ്ഞോ? ഇതും കിട്ടും, ഉറപ്പാ. ശരി. ശരിടാ, നീ പോയിട്ട് വിളിക്ക്. പടച്ചോന്നങ്ങ് വഴി കാണിച്ചു തരും. നീ ഇപ്പൊ പോട്. മോളെ, നീ ഒന്ന് പോയി വിളിക്ക്. അവൻ വന്നപ്പോ തൊട്ടിരിക്കുന്ന ഇരിപ്പ. അമ്മച്ചി, ഇവിടെ ആരെങ്കിലും ചത്ത? എനിക്കിതൊക്കെ കാണുമ്പോഴാണ്. ഇങ്ങനെയുണ്ടോ പിള്ളേര്? എൻ്റെ മോളെ, നീ ഒന്നുകൂടെ പോയി വിളിക്ക്. അവൻ ഇന്നൊന്നും കഴിച്ചു കാണത്തില്ല. നീ ചെന്ന് വിളിക്ക്. നീ വല്ലതും കഴിക്കുന്നേ വന്ന് കഴിക്കേ. ഞാൻ കിടക്കാൻ പോവാ. വെറും ഒരു ബൈക്ക് പോയപ്പോ ഇങ്ങനെ. ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നീ എങ്ങനെ നേരിടും? ഇടാ, എന്തിനേയും ധൈര്യമായിട്ട് നേരിടാൻ പഠിക്കേ. വന്നേ, വന്ന് ചോറ് കഴിക്കേ.
വാ ഇങ്ങോട്ട്. എൻ്റെ മോനിങ്ങി വന്നേ. രാജമോൻ അവിടെ ഇരിക്കുക. അത് പോട്ടടാ മോനെ, നിനക്ക് ഇനിയും പുതിയ വണ്ടി ഉണ്ടാക്കാമല്ലോ. പിന്നെ എന്തിനാ എൻ്റെ മോൻ ഇങ്ങനെ വിഷമിക്കുന്നത്? അതല്ല പൊന്നമ്മച്ചി, ആ വണ്ടി അവർ പൊളിച്ച് നശിപ്പിക്കുന്ന ഓർക്കുമ്പോഴാ. നീ എന്തിനാ വേണ്ടാത്തൊക്കെ ഓർക്കാൻ പോന്നേ? മോനെ, നിന്റെ അപ്പാപ്പൻ പണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു, ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയ വിശ്വാസം തകരാൻ ഒരു നിമിഷം മതിയെന്ന്. അതുകൊണ്ട് എൻ്റെ മോൻ വർക്ക്ഷോപ്പിൽ പോകണം, പണിയെടുക്കണം, കട മുടക്കരുത്. ഇതാ, ഇത് മോൻ ഒന്നുകൂടെ വയ്ക്ക്, എന്നിട്ട് പുതിയൊരു വണ്ടി ഉണ്ടാക്ക്. അതൊന്നും വേണ്ട പൊന്നമ്മച്ചി, ഞാൻ പോയി കിടക്കട്ടെ. പിടിച്ചിരിക്കണ മോനെ. നേരെ നോക്ക്. ഷോക്ക് പുതിയതല്ലേ? ക്രാഷ് ഗാർഡ് പൊളിച്ചു. എടാ, ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു പോയി. നീ പറഞ്ഞ സമയത്ത് വണ്ടി തരണ്ടേ? ഇപ്പൊ കിട്ടിയില്ലേ? അത് വിട്ടേക്ക്. ഇതാ, എന്തെങ്കിലും കുറക്കാനുണ്ടോ? കുറയ്ക്കാനൊന്നുമില്ല, പറഞ്ഞാ തന്നാ മതി. എടാ, 25 അഡ്വാൻസ് വന്നിട്ടുണ്ട്, ബാക്കി പിടിച്ചോ. ഉണ്ടടാ, നീ എണ്ണി നോക്കിക്കോ. മംഗലാപുരം മുഴുവൻ തപ്പിയല്ലേ? ആ പോലീസുകാരൻ പറഞ്ഞുകൊണ്ട് മാത്രം. നീ ഇനി അത് അന്വേഷിച്ച് അലയാതിരിക്കുന്ന നല്ലത്. അതിനൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. മനോരേട്ടോ, എന്നാ പിന്നെ നീ കിടന്ന് തപ്പ്. അല്ല പിന്നെ ഈയുടെ മുഖത്ത് ഇപ്പോഴൊരു സന്തോഷം കാണുന്നത്. നീ ഇവിടെ ഇല്ലാത്തപ്പോ എന്തൊരു ബഹളമായിരുന്നു. ദേ, അവനെ കിടത്തി പൊറപ്പിച്ചിട്ടില്ല. പലപ്പോഴും അവൻ എന്റെ ചെറിയ കീഴില്ല അഭയം പ്രാവശ്യമുണ്ടിരുന്നേ. അല്ലേ ക്രിയേഷ്? ബോലറാമില്ല, ഞാൻ നിമ്പുപ്പാനി കുടിച്ചിട്ട് വരാം. ഹലോ, ശരി ശരി, ഒരു നിമ്പുപ്പാനി. നീ ഒന്നും വിചാരിക്കല്ലേ, നിന്റെ ക്രിയേഷനോട് ഞാൻ കുറച്ച് ചൂടായി പോയി. ശശിയേട്ടാ, സുഖല്ലേ? ശശിയേട്ടനാ? ഞാൻ എന്റെ പേര് മാറ്റി, ഗസ്റ്റിലുണ്ട്. ഗസ്റ്റാ? ഗസറ്റ്. ആ, എന്താ പുതിയ പേര്? നരിമാൻ. നരിമാന? അതൊരു സിനിമ പേരല്ലേ? ഇപ്പൊ എന്റെ പേരാ, ബ്ലഡി ഫൂൾ. ഓ, ഹലോ. ഗ്യാസ് കുറ്റി തീർന്നോ? എടി, 1 മാസം മുമ്പല്ലേ നിറച്ചങ്ങോട്ട് തന്നത്? നീ എന്താ ഗ്യാസ് കുടിക്കുകയാണോ? ഒന്നാമത് തീ പിടിച്ച് വരെ ഇതിനറിയാലോ. ആ ശരി, ഞാനങ്ങോട്ട് വരട്ടെ, നിറച്ച കുറ്റി എടുത്ത് തരാം. ഗ്യാസ് തീർന്നു. വൈഫാ? അതെ. ആ, ഇവിടെ നിർത്തിക്കോ. എത്രയാ? എടാ, നീ ഇത് കണ്ടോടാ, പട്ടാളാ പട്ടാള. അപ്പൊ നീ കഴിക്കുന്നില്ലേ? ഇല്ല, ഇന്ന് എനിക്ക് വ്രതമാണ്. നിന്റെ ധൃതി കണ്ടാൽ അറിയത് വ്രതം തെറ്റിക്കാനുള്ള. ആ, വിജയാശംസകൾ. പൊക്കോ പൊക്കോ, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും കേട്ടോ. എന്നാലും ഇന്ന് ആരായിരിക്കും മനോരേട്ടന്റെ ടാർജറ്റ്? ടാർജറ്റ് തയ്യക്കാരി അമ്മിണി. അല്ലല്ല, അവളുടെ വീട്ടിൽ ഭർത്താവുണ്ട്. പിന്നെ ജമീല ദുബായിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട്. അവൾ എവിടെയെങ്കിലും പോട്ടെ, നീ എന്നാത്തിനാ ഇതൊക്കെ അറിയുന്നേ? ചേട്ടന് നല്ല അസൂയുണ്ടല്ലേ? സ്വൽപ്പ. ദേ വാ, സ്വൽപ്പ അടിക്കാം. സ്വൽപ്പാവാ, സ്വൽപ്പം അങ്ങോട്ട് മാറിന്നാലോ. വാ. മഡോണ, ദേ മനോഹരനാ. ഓ, അയാളൊരു ഞരമ്പ് രോഗിയാ, എടുക്കണ്ട. അയാളുടെ ഉദ്ദേശം വേറെയാ, വൃത്തിയേട്ടവൻ. പിന്നെ നീ ഇതൊക്കെ അറിഞ്ഞോണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ? അത്യാവശ്യമുള്ള എല്ലാ പണിയും ഞാൻ അയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്.
ഈ വൃത്തിയിട്ടവനല്ലാണ്ട് നിനക്ക് നാട്ടിൽ വേറെ ആരും കിട്ടിയില്ലേ? വേണ്ടേ? എങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ നിൽക്കി. മലേഷ്യ എന്നും പറഞ്ഞ് വല്ലോടത്തും ചെന്ന് കിടന്നാൽ ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യും? ഇതുപോലുള്ള മണ്ടന്മാരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതറിയോ? ആ, അരമണിക്കൂർ മുന്നേ ചോദിച്ച ചായ വന്നു. താങ്ക് യു. ഞാൻ ഈ സമയത്ത് വന്നത് ബുദ്ധിമുട്ടായോ? ഏയ്, ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുക, വണ്ടിയും ഇല്ല. എന്താ പറ്റിയ? പേഴ്സണലാ. താൻ പറ. മമ്മി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ. എനിക്കൊരു ജോലി കിട്ടിയപ്പോഴാണ് കുറച്ചെങ്കിലും ആശ്വാസമായത്. ഇപ്പോഴും എൻ്റെ കല്യാണം നടത്തി തരാനായിട്ട് കഷ്ടപ്പെടുക. പപ്പയാണെങ്കിൽ ഒരു സപ്പോർട്ടും ഇല്ല. അപ്പം ഞാനൊരു കണ്ടീഷൻ വെച്ചു. പപ്പയും അമ്മയും ഒന്നിക്കുവാണെന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. അത് നന്നായി, താൻ കൊള്ളാലോടോ. അതൊക്കെ പോട്ടെ, എന്താ മാഷിന്റെ പരിപാടി? എന്ത് പരിപാടി? അല്ല, കല്യാണക്കാരിയൊക്കെ. അതിന് നാട്ടിൽ അതിനെ പറ്റിയ പെണ്ണ് കിട്ടണ്ടേ? പെണ്ണിനിപ്പം എന്താ കുറവ്? അതൊക്കെ ഉണ്ട്. പിന്നെ മാഷ് ചുറ്റും നോക്കാത്തോണ്ടാ. കല്യാണമൊന്നും കഴിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ലെന്ന് ഞാനിപ്പോൾ. ബൈക്ക് പോയ പിന്നെ ജീവിതത്തിലുള്ള സന്തോഷമൊക്കെ പോയി. പിന്നെ എനിക്ക് രാജുവിനോടൊരു കാര്യം ചോദിക്കാനായിട്ട്. ആ സുരേഷ്. ആ രാജു, ഒരുത്തനെ പോലീസ് നോക്കിയിട്ടുണ്ട്. ആണോ? 5-6 ബൈക്കും 2 ബുള്ളറ്റും കിട്ടിയിട്ടുണ്ട്. നീ പെട്ടെന്ന് അങ്ങോട്ട് വാ, ഞാൻ സ്റ്റേഷനിലേക്ക് പോയെന്ന്. ഓക്കെ. അതെ, അവിടെ പോലീസുകാർ കുറച്ച് ബൈക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിലെൻ്റെ വണ്ടി ഉണ്ടാവും. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. പോയിട്ട് വരാം. സുരേഷേട്ടാ. ആ രാജു, എന്റെ വണ്ടി കിട്ടി. ആ, ഇതാ വണ്ടി. അവന്മാര് മൊത്തം നാശാക്കി കളഞ്ഞു. ആണല്ലേ? എന്നാലും കിട്ടിയല്ലോ. ബുള്ളറ്റ് ആടേതാ? ഇതല്ല അല്ലേ? അല്ലപ്പാ. സുരേഷേ, സാർ, നിന്നെ സാറ് വിളിക്കുന്നുണ്ട്. ഒന്ന് വേഗം വാടോ, വണ്ടി കിട്ടിയതിന് ചെലവ് ചെയ്യണം കേട്ടോ. ഹലോ രാജു, ഞാൻ കട്ടപ്പനയിൽ ജോർജാ. ആ ജോർജേട്ടാ. നമ്മുടെ വർക്കിച്ചായൻ പോയടാ. നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചു, പക്ഷേ കിട്ടിയില്ല. ഇന്നലെയായിരുന്നു അടക്കം. ജോർജേട്ടാ. ഞാൻ വീട്ടിൽ പോയിരുന്നു. അമ്മച്ചിയെ പറഞ്ഞ ഇവിടെ ഉണ്ടെന്ന്. അപ്പച്ചൻ പോയതിനു ശേഷം കൂടെ നിർത്തി പണി പഠിപ്പിച്ച് ഒരായുസ് കൊണ്ടുണ്ടാക്കിയ ഷോപ്പ് എന്നെ ഏൽപ്പിച്ച് പോയതാ. മെച്ചപ്പെട്ടൊരു ജീവിതം എന്ന ആശാന. എന്നെ കൊണ്ട് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് ആശാനങ്ങ് പോയി. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്നില്ലാതാവുമ്പോഴുള്ള വേദന. എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം എന്നെ വിട്ട് പോവാണല്ലോ എൻ്റെ. എന്താ ഇവിടെ ബൈക്ക് മോഡിഫൈ ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ട്. ചേട്ടാ, എൻ്റെ ബൈക്ക് ഒന്ന് മോഡിഫൈ ചെയ്യണം. ഇതിപ്പോൾ നല്ല ഗംഭീര ലുക്കിലാണല്ലോ. അല്ല,
ഇങ്ങനെ ചെയ്യണം. 76 മോഡലാണ്. അതെ. ചെയ്യാം, പക്ഷേ സമയമെടുക്കും. എനിക്ക് പെട്ടെന്ന് കിട്ടണം. പൈസ എത്രയായാലും കുഴപ്പമില്ല. ചേട്ടാ, ഇത് മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആളിവിടെ ഇല്ല. പുള്ളി ടൗണിൽ പോയേക്കുക. പുള്ളി വന്നാലേ ഇത് എപ്പോൾ തരാൻ പറ്റുമെന്ന് പറയാനൊക്കെ ഉള്ളൂ. വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി. എടാ, അത് കുത്തി കളിച്ചോണ്ടിരിക്കാതെ വണ്ടി ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ളതാണ്. മഹേന്ദ്രേട്ടാ, ഈ വണ്ടി അടിച്ചു മാറ്റിയതാ. നമ്പർ നോക്കിയേ.